ഹലോ ഡിയേഴ്സ്, നമ്മുടെ ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ എത്തിയിരിക്കാട്ടോ. ഇന്നത്തെ ഒരു പ്രൊമോയിൽ നമ്മുടെ ശ്രീകാന്തും സച്ചിയും തമ്മിൽ പൊരിഞ്ഞടിയാട്ടോ. ശ്രീകാന്ത് പറയുന്നു അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കാൻ കാരണം നമ്മുടെ സച്ചിയേട്ടനാണെന്ന്. സച്ചി പറയുന്നു അച്ഛൻ ഹോസ്പിറ്റലിൽ ഇത്രയും സീരിയസ് ആയിട്ട് കിടക്കാൻ കാരണം, അറ്റാക്ക് വരാൻ കാരണം ശ്രീകാന്താണെന്ന്. അങ്ങനെ തമ്മിൽ തമ്മിൽ വാക്ക് തർക്കവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളലൊക്കെ ആയിട്ട് ലാസ്റ്റ് സച്ചി നമ്മുടെ ശ്രുതി വരുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ ശ്രീകാന്തും ശ്രുതിയും കൂടെ ആട്ടോ നമ്മുടെ സച്ചി ഉന്തിത്തള്ളി വിടുന്നു. അപ്പൊ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, ഓഹോ ഇപ്പൊ രണ്ട് കള്ളന്മാരും ഒന്നായല്ലേ, ഞാൻ മാത്രം ഒറ്റ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നതും ആ ഒരു ദേഷ്യം അടങ്ങാതെ നിൽക്കുന്നതുമായിട്ടുള്ള ഒരു രംഗങ്ങളാട്ടോ നമുക്ക് ആ ഒരു പ്രൊമോയില് കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് ഇവരൊക്കെ പോയതിന് ശേഷം നമ്മുടെ സച്ചിയുടെ അരികിലേക്ക് രേവതി വരുന്നുണ്ട്. എന്നിട്ട് രേവതി പറയുന്നുണ്ട് നമ്മുടെ ശ്രീകാന്തിനെയും വർഷയും അനുഗ്രഹിക്കണം, അവരെ ആശീർവദിക്കണം, സച്ചിയുടെ നിങ്ങളുടെ അടിയിലേക്ക് വന്നേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ സച്ചി പറയുന്നുണ്ട് അവരെ ആശീർവദിക്കാണോ അനുഗ്രഹിക്കാണോ, അവര് ഞാൻ ഒലക്കയും കൊണ്ടടിച്ച് കൊന്നു കളയോളൂ രണ്ടിനെയും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി ഭയങ്കര കലിപ്പിലാട്ടോ. പക്ഷെ നമ്മുടെ രേവതി വിട്ടുകൊടുക്കുന്നില്ല. നമ്മുടെ രേവതി കൈ പിടിച്ച് വലിച്ചും കാലി പിടിച്ച് വലിച്ചൊക്കെ നമ്മുടെ സച്ചിയെ വലിച്ചടച്ച് നമ്മുടെ സ്റ്റെപ്പ് ഇറക്കി അടിയിലോട്ട് കൊണ്ടുപോകുന്നൊരു രസകരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് പ്രൊമോയ്ക്ക് ഒടുവില്ല കാണുവാൻ സാധിച്ചത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയായി തീരും കഥ അല്ലെ. നമ്മുടെ ശ്രീകാന്തിനോടും വർഷയോടുള്ള ഒരു പിണക്കം നമ്മുടെ സച്ചി മാറ്റുമോ, ഇനി എങ്ങനെയൊക്കെ ആയി തീരും. ഇവര് കൂട്ടായാലും പിന്നെയും കൂട്ടായാലും നമ്മുടെ ശ്രീകാന്തും സച്ചിയൊക്കെ കൂട്ടായാലും പിന്നെയും ഒരു അടിപൊളി എപ്പിസോഡുകൾ തന്നെ ആയിരിക്കും അല്ലേ വരാൻ പോകുന്നത്. എത്രയും പെട്ടെന്ന് ആ ദേഷ്യമൊക്കെ മാറട്ടെ അല്ലേ കൂട്ടുകാരെ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി കാണാം. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.